നമസ്കാരം, ഞാൻ രജിത ബാലു. തട്ടുന്നവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കണത്. ഞാനല്ല കേട്ടോ ഫിഷിങ് ചെയ്യണത്. ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴേ, ചേച്ചിയുടെ വീട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ കണ്ടശാങ്കടവ് പാലാഴിയിലാണ്. പുഴയോട് ചേർന്നിട്ടാണ് വീട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചേച്ചിയുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഒരു അമ്മാവൻ വന്നിട്ട് പുഴയിൽ വലെറിഞ്ഞ് വീശണ ഇതാണ് കേട്ടോ കണ്ടേ. അപ്പോൾ അമ്മാവിൻ്റെ അടുത്ത് ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ, ചേച്ചിയുടെ അയൽവാസിയാണ്. അപ്പോൾ ഒരു 3 മണിക്കൊക്കെ ശേഷം കേട്ടോ വീശാൻ വന്നത്. നല്ല വെയിലൊക്കെ ഉണ്ട്, എന്നാലും ആ സമയത്ത് മീൻ കിട്ടാറുണ്ടെന്ന്. അപ്പോൾ അവർ ചെറിയൊരു കുടുംബമാണ്. അവർക്ക് ഒരു നേരത്തെ മീൻ കഴിക്കാനായിട്ട് അവർ അത്യാവശ്യം വലയെടുത്ത് വരുന്നു. ഒരു ചട്ടി മീൻ കിട്ടിയാൽ തിരിച്ചു പോകണു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ സുഖമല്ലേ, അവർക്ക് മീൻ കാശ് കൊടുത്ത് മേടിക്കണ്ടെന്നൊക്കെ. ഓരോ സ്ഥലത്തിനും ഒരു നേട്ടമുണ്ടെങ്കിൽ ഒരു കോട്ട ഉണ്ടാവും എന്ന് പറയില്ലേ നമ്മൾ. ഇപ്പോൾ ഇവർക്ക് നല്ല കുടിവെള്ളത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല സിറ്റിയിലേക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ, ടൗണിലേക്ക് എത്തണമെങ്കിലൊക്കെ ഒരുപാട്, ഇപ്പോൾ ബസ് സർവീസൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പറയുകയാണ് ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് അവരുടെ സൈഡിൽ നിന്നുണ്ട്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അക്കരയിലാണ് വീട്, ചേച്ചിയുടെ വീടാണ് ഇവിടെ. അപ്പം അത്യാവശ്യം ആ അമ്മാവനുള്ള മീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കൗതുകം തോന്നിയപ്പോൾ ഞാൻ കാണിച്ചു തരാനായിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. Dia